ഇനിയും പണിയും അഴിഞ്ഞു പോകും നിലനിൽക്കും തൻ വചനം. മരണം മാറും നവാഴും ജീവനിൽ തങ്ങളുടെ ഇനിയും പണിയും അഴിഞ്ഞു പോകും നിലനിൽക്കും തൻ വചനം. മരണം മാറും നവാഴും ജീവനിൽ തങ്ങളുടെ ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എങ്ങും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർ പിന്തുടേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർ പിന്തുടേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 46-ാം സങ്കീർത്തനം 4-ാം വാക്യം. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ഈ വാക്യത്തിൽ പ്രതിപാദിക്കുന്ന നദി ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയും അനുഗ്രഹത്തെയും സൂചിപ്പിക്കുന്നു. ഈ നദി ഭൗതിക ജലമല്ല, ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവം തൻ്റെ ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം അവരെ ശക്തിപ്പെടുത്തുന്നു, ഭയം മാറ്റി സമാധാനം നൽകുന്നു. യേശു പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ നദികൾ ഒഴുകും. ദൈവസാന്നിധ്യമുള്ളിടത്ത് ജീവനുണ്ട്, അവിടെ സന്തോഷവുമുണ്ട്. വചനം പറയുന്നു, സന്തോഷിപ്പിക്കുന്ന ഒരു നദി. ലോകം നൽകുന്ന സന്തോഷം താൽക്കാലികമാണ്, എന്നാൽ ദൈവം നൽകുന്ന സന്തോഷം എന്നും നിലനിൽക്കുന്നതാണ്. ആ സന്തോഷം ദുഃഖത്തിന് നടുവിൽ ആനന്ദവും, കഷ്ടതയിൽ പ്രത്യാശയും, കണ്ണുനീരിൽ ആശ്വാസവും പകരപ്പെടുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ഒഴുകുമ്പോൾ നമ്മൾ ആന്തരിക സമാധാനം അനുഭവിക്കുന്നു. നദി ഒഴുകുന്നിടത്ത് അഴുക്ക് നീക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവഹിക്കുമ്പോൾ നമ്മിലെ പാപങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നു, ദുഷ്ടചിന്തകൾ മാറ്റം വരുന്നു, പഴയ സ്വഭാവം പുതുക്കപ്പെടുന്നു. പ്രിയരെ, ദൈവസാന്നിധ്യം നമ്മെ ശുദ്ധീകരിക്കുകയും പുതുക്കുകയും ചെയ്യും. നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ആലയമാണ്. അവിടുത്തെ ആത്മാവ് നമ്മിൽ വസിക്കണമെങ്കിൽ അവിടുത്തെ നദി നമ്മിൽ ഒഴുകണം. അപ്പോൾ മറ്റുള്ളവർ നമ്മിലൂടെ അനുഗ്രഹം പ്രാപിക്കും. നാം അനുഗ്രഹത്തിൻ്റെ സൃഷ്ടികളായി തീരുകയും ചെയ്യും. ദൈവത്തിൻ്റെ നദി ഒഴുകുന്ന ജീവിതം ഒരിക്കലും തകർക്കപ്പെടുകയില്ല. ഈ നദി നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകുവാൻ തക്കോണം നമ്മുടെ ഹൃദയ കവാടങ്ങൾ ഈ പ്രഭാതത്തിൽ തുറന്നു കൊടുക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നിൻ്റെ ജലനദി ഒഴുകി എന്നെ പുതുക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.